Hello guys, welcome back my channel. It's me, Harshu Swan. ഇന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് 6:10 പറമ്പിൽപീടിയെന്നാണ് പോകുന്നത്. അപ്പോൾ വെളിച്ചം വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ഊട്ടിയിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളാണ്. ഏതായാലും അവിടെ എത്തിയിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോ. അപ്പൊ നമുക്ക് നോക്കാം പരിപാടി, ഞങ്ങൾ എത്ര മണിക്കാവും എത്തുന്നതെന്നൊക്കെ നോക്കാം. ഇപ്പൊ കറക്റ്റ് സമയം എന്ന് പറയുന്നത് 6:10 ആയി തുടങ്ങിട്ടോ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആട്ടോ. ഇവരും ഫുൾ ഫോറസ്റ്റ് ആയി നിൽക്കുക. നമ്മളിപ്പോ ഏകദേശം ഊട്ടിയിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു 10-20 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക് കറക്റ്റ് എത്താൻ. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളുണ്ട് കേട്ടോ. എല്ലാരും കൂടെ ഇന്നലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എലിഫന്റ് ഏരിയ എന്നാണ് പറയുന്നത്. അതായത് ശ്രദ്ധിച്ചു പോകാൻ വേണ്ടി പറയുന്നത്. ആനകൾ ഇറങ്ങാതെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖലയാണ്. ഏതായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോയോണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ, ഈ ഒരു കാലാവസ്ഥയിലൂടെ നമ്മളിങ്ങനെ ട്രാവലിങ് ചെയ്ത് കാണുന്ന ഈ ഒരു കാഴ്ച, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ സീസൺ ടൈമല്ല, മീൻസ് ഈ ഫ്ലവർ ഷോ അങ്ങനത്തെ ഒക്കെ ഒരു ടൈമല്ല. എന്നാലും നമ്മൾ ഏകദേശം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കാണാൻ പറ്റുന്നിടത്തൊക്കെ പോകണമെന്നുണ്ട്. അതൊക്കെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയിട്ടുള്ള ഒരുപാട് യാത്രക്കാരാണ് അവിടേക്ക് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഇവിടൊക്കെ എത്തിയപ്പോഴേക്കും നല്ല തണുപ്പാട്ടോ. പിന്നെ ഈ ഒരു പച്ചപ്പ്, തേയിലത്തോട്ടം, ഇതൊക്കെ കാണാൻ തന്നെ ഒത്തിരി ഭംഗിയാണ്. ഇതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ ഇടയിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയോണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി സൈഡാക്കിയതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാട്ടോ.
Look what that is. ഇങ്ങനെ ഡയറന്നുണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഫോറസ്റ്റിൻ്റെ ഒരു ഇടയിലൂടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇതിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിങ്ങനെ വീഡിയോ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണാൻ അടിപൊളി ആയിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ. നമ്മളിവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ സൈഡാക്കിയിട്ട് അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്കിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാം. നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്തേക്കൊന്നും പോയിട്ടില്ല, ഇങ്ങനെ ഈ റോഡ് സൈഡ് മാത്രം ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പോവാട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യമേ വന്നിരിക്കുന്നത് ഊട്ടിയിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കിലേക്കാട്ടോ. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ഭംഗിയായിരുന്നു, ഫുൾ ഫ്ലവർ ഷോ ഒക്കെ ആയിട്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വിചാരിക്കുന്ന അത്ര തന്നെ കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ സൈഡിലൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നമുക്ക് അപ്പം തന്നെ കൈമ തരുന്ന രൂപത്തിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തരും കേട്ടോ. പിന്നെ ഈ ഒരു പാർക്ക് നമ്മൾ ഒന്നായിട്ട് ഇങ്ങനെ ചുറ്റി കണ്ടു. പക്ഷേങ്കിൽ നമ്മൾ ഫ്ലവേഴ്സൊന്നും കാണാൻ പറ്റിയില്ല. സീസൺ ടൈം വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ ഷോ ഒക്കെ കണ്ടിട്ട് ഒന്നുകൂടെ ഭംഗിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയല്ലോ ഈ പാർക്കിൻ്റെ അകത്തെ കാഴ്ച എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇനി നമ്മൾ വേറെ പാർക്ക് എവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ.
റോസ് ഗാർഡനിലേക്ക് പോവാട്ടോ. അപ്പോൾ റോസ് ഗാർഡനിലേക്കുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് 15 രൂപയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് പോയിട്ട് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് റോസ് ഗാർഡൻ്റെ ഇന്നാട്ടോ. ഇതാണ് കയറുന്ന വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാകും, നിങ്ങളിവിടെ കാണും കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് റോസ് ഗാർഡനിലാണ്. നല്ല തണുപ്പാട്ടോ ഇവിടെ. അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ തണുപ്പിനിടാൻ വേണ്ടിയിട്ടില്ലേക്ക് കയ്യിൽ പിടിക്കുക. ഞാൻ ഇവിടെ വന്നതിന് ശേഷമായിട്ട് ഒരു സ്വെറ്റർ വാങ്ങിയത്. അപ്പോൾ അതിനിലേക്ക് നോക്കുക. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലവർ ഷോൻ്റെ ഒരു ടൈമല്ല, ഏപ്രിൽ മെയ് ആ ഒരു സമയത്താട്ടോ ഈ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചെറിയ ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു ഫ്ലവർ ഷോ ആ ഒരു ലെവലായിട്ടില്ല. ഇവിടെയൊക്കെ ചെടികൾ ഫുള്ളായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടുവരാം. നമ്മൾ പണ്ടൊക്കെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ റോസ് ഗാർഡനിലൊക്കെ വന്ന സമയത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒരുപാട് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. ഇപ്പോൾ ആദ്യത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കെന്തോ അന്ന് കണ്ടൊരു ഇതൊന്നും കിട്ടുന്നില്ല. സാധാ ഒരു ഗാർഡൻ്റെ ലുക്കേ ഇപ്പം ഇവിടെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ ആയി വരണം കേട്ടോ. ഈ റോസ് ഗാർഡനിൽ കയറിയിട്ട് ഇത്രയും നേരമായിട്ട് ഞാൻ ഒരു റോസ് പൂളും കണ്ടില്ല. ഇവിടെ കുറച്ച് റോസൊക്കെ ഉണ്ട്. കറക്റ്റ് ഇറങ്ങിക്കോളി. ഗൈസ്, റോസ് ഗാർഡനിലെ റോസാണത്. നീ റോസ് ഗാർഡനിൽ റോസ് കണ്ടില്ല പറയരുത്. അമ്പാടതാ അടിപൊളി റോസ്.
ഇത്രക്കുള്ളൂ കേട്ടോ റോസ് ഗാർഡൻ എന്ന് പറയുന്നത്. നമ്മൾ ഫുള്ളായിട്ട് ഇപ്പോൾ നോക്കി കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടെ നിന്ന് പോവാം. നമുക്കിവിടെ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. അടുത്ത് എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. റോസ് ഗാർഡൻ ഇങ്ങനെയൊന്നുമല്ല, സീസൺ ടൈം വരാമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരിക്കൽ വന്നിട്ടുള്ളവർക്കറിയാം. ഇനി നമ്മൾ പോകുന്നത് സീംസ് പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിലാട്ടോ. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ടില്ലെന്ന് നമുക്ക് നോക്കാം. ഇത് ഇതിന്റെ ഒരു കയറുന്ന സ്ഥലമാട്ടോ. ഞാൻ മാക്സിമം വീഡിയോസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. പിന്നെ എല്ലാ വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ആക്കിയാല് ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തിയാണ്. ഇപ്പൊ നമ്മൾ പോകുന്നത് തൊട്ടപ്പേട്ട പാർക്കിലേക്കാണ് കേട്ടോ. അപ്പൊ ഇങ്ങോട്ടേക്ക് പോകുന്ന ഈ വഴി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് സൂപ്പർബാണ് ആൻഡ് വണ്ടേർഡ് ആണ് കേട്ടോ. ഈ ചുറ്റുഭാഗം ഈ രണ്ട് സൈഡിലെ ഈ ഫോറസ്റ്റ് ഒക്കെ ഇങ്ങനെ കണ്ടു പോവാ. പിന്നെ അതുപോലെ തന്നെ എന്തൊരു തണുപ്പാന്നറിയോ. നമുക്ക് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആവുന്ന നമ്മളെ ജേണി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ രണ്ട് സൈഡിലെ ഈ ഒരു വ്യൂ ആണ് കേട്ടോ. പിന്നെ ഒരുപാട് പാർക്കുണ്ട്, സംഭവമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അവിടെയൊക്കെ പോയി നോക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന ഓരോ കാഴ്ചയില്ലേ, എന്ത് രസമാണെന്നറിയോ. ഈ ചെറിയ തണുപ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പോയോണ്ടിരിക്കാനാണ് തോന്നുന്നത്. അത്രക്ക് സൂപ്പർബാണ്. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളും കൂടെ ഒന്ന് കാണട്ടെ വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊക്കെ ഇൻക്ലൂഡ് ആക്കണം എന്നുണ്ട്, പക്ഷെ ഒരുപാട് ലെങ്തി ആയി പോകും. നമ്മളെ വീഡിയോസ് എത്രയോ മിനിറ്റ് ആയി പോകും. അപ്പോൾ അത് നിങ്ങൾക്കും ബോറടിക്കില്ലേ? അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് കട്ട് ചെയ്യുന്നത്. സത്യം ഈ പോകുന്ന ഓരോ ഭാഗം ഉണ്ടല്ലോ, കാണാൻ ഒത്തിരി ഭംഗിയുണ്ട്. ഇപ്പം ഇങ്ങോട്ടേക്കുള്ള ഒരു എൻട്രി നമ്മൾ അപ്പോൾ ബൈക്കിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് നിന്ന് 20 rupees വാങ്ങി ഇപ്പോൾ ഈ ഒരു തൊട്ടപ്പേട്ട പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഉള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ എവിടെയാണ്? അപ്പം ഇനി പാർക്കിൽ ചിലപ്പോൾ വേറെ എൻട്രി ഫീസ്
ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവായിരിക്കും. അവിടെ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും വേണ്ടിയില്ല, നമ്മളിപ്പോൾ പോകാൻ ഒരു ആകാംക്ഷയില്ല കേട്ടോ. എന്താ പറയുക, ഈ ഒരു ഫോറസ്റ്റ് ഇടയിൽ കൂടെ പോകുന്നതിന് ഭയങ്കരമായിട്ട് തണുപ്പടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് തണുപ്പിനെ പ്രതിരോധിക്കുന്ന ഡ്രസ്സിങ് ഒക്കെ ഇട്ട് വരിക. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് കോട്ടും സൂട്ടൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെ വാങ്ങാം. ഏതായാലും വേറെ തന്നെ ഒരു ഫീലാണ്. ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാം. തൊട്ടപ്പെട്ട പാർക്ക് ഇവിടെ എന്താണ് സ്പെഷ്യലായിട്ട് കാണാൻ വേണ്ടിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് കൂടെ കാട്ടിത്തരും. இதுக்கப்புறம் நீ தான் ஒப்பாட்ட அடிக்கணும். அங்கே போய் போயிடுங்க. നമ്മൾ കോത്തഗിരി പോകുന്ന റോഡിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടത്. ഈ ഫോണിൽ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഒരു ബ്യൂട്ടി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഇതൊക്കെ നമ്മൾ മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആട്ടോ. അത്ര നാച്ചുറൽ ബ്യൂട്ടി വാരിക്കോരി എറിഞ്ഞൊരു പ്ലേസാന്ന് തന്നെ പറയാം. സൂപ്പർബാണ്. ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് സത്യം പറയാലോ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. അത്രയ്ക്ക് ഭംഗിയുണ്ട് ഗൈസ്. സൂപ്പർബ് എന്ന് പറഞ്ഞാൽ അത്രയും സൂപ്പർബാണ്. മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആട്ടോ. പറ്റുമെങ്കിൽ എല്ലാവരും വരിക, കാണുക, അത്രേ പറയാനുള്ളൂ.
ഈ കാണുന്നതാണ് ഷൂട്ടിംഗ് സ്പോട്ട് എന്ന് പറയുന്നത്. ഒരുപാട് സിനിമേൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയി നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ കോത്തഗിരി ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ നോക്കുന്നത്. ഇനി നേരെ നാട്ടിലേക്ക് പോകുന്ന പരിപാടിയിലാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകൾ മാത്രമായിട്ടാട്ടോ. ഇനി നമ്മളിപ്പോൾ എന്താ പറയുക, ഊട്ടി കോത്തഗിരിയിൽ നിന്ന് തിരിച്ചു പോവാട്ടോ. ആ സമയത്ത് നമ്മൾ കാണുന്ന ഒരു ഫോറസ്റ്റാണിത്. ഇവിടെ എല്ലാവരും ഇറങ്ങട്ടോ. ഇവിടെ എല്ലാവരും ഇറങ്ങിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കി ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ടാണ് പോവുക. അപ്പോൾ ഇത് ഈ ഫോണിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെങ്കിൽ ഭയങ്കര ഭംഗിയുള്ളൊരു പ്ലേസാണ്. ഇവിടെ നിന്ന് ഇറങ്ങാണ്ട് ആരും പോവില്ല, അത്രയ്ക്ക് ഭംഗിയുള്ളൊരു പ്ലേസ് ആട്ടോ. ഇങ്ങനെ ഒരുപാട് നമുക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യാണ്ട് കേട്ടോ. നമ്മൾ 2 days ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്ത് പോയ ദിവസം അവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ട് പിറ്റേന്ന് വരുന്ന രൂപത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോയത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും സ്ഥലം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നിടത്തോളം കണ്ടു. അടിപൊളി ട്രിപ്പായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. ആ ഒരു കാലാവസ്ഥയും പിന്നെ അവിടുത്തെ കാഴ്ചകളും. അപ്പോൾ അടിപൊളി ട്രിപ്പായിരുന്നു. ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയി. ഇനി ഒരുപാട് സ്ഥലം ബാക്കി വെച്ചിട്ടാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ഓവറോൾ വ്യൂ ആട്ടോ നമ്മൾ ട്രിപ്പ് പോയതിൻ്റെ ലാസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ഞാൻ മൊത്തത്തിലുള്ളൊരു വീഡിയോ ചെറിയ ഷോർട്ടായിട്ട് എഡിറ്റ് ചെയ്തിട്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പും നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ, ബൈ, സീ യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.